ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കില്ലേ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഐറ്റം കണ്ടാലോ. കാണുമ്പോൾ ഇത് ഒരു കോഴിക്കാലിൻ്റെ ആ ഒരു കോലത്തിലുണ്ടെങ്കിലും സംഭവം ഇത് കോഴിക്കാലല്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. അപ്പോൾ മീഡിയം സൈസുള്ള 3 ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതുപോലെ നൈസായിട്ട് വളരെ തിന്നായിട്ട് ഇങ്ങനെ നേർങ്ങനെ അരിയാട്ടാ. ഇതാ കൊള്ളി പോലെ അരിയാട്ടാ. ഞാനിപ്പോൾ വട്ടത്തിൽ കുറേ പീസ് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ഇതുപോലെ കൊള്ളി ഷേപ്പിൽ മുറിച്ചിട്ട് ചെയ്തേട്ടാ. വളരെ നേർങ്ങനെ നൈസായിട്ട് അരിയണം. അപ്പോൾ അത് കഴുകി മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചേർത്താൽ മതിയാവും കേട്ടോ. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. അപ്പോൾ ഇത് ഞാൻ 1/2 കപ്പാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇത് ഒരുപാട് കൂടിപ്പോകരുത്, അപ്പോൾ ഒരു കുത്തൽ വരും. അപ്പോൾ 1/2 കപ്പ് കടലപ്പൊടിയും 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയിലും പൊട്ടറ്റോയിലൊക്കെ നല്ല വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് വെള്ളം വേണമെങ്കിൽ മാത്രം കുഴച്ചെടുക്കുക. കാരണം സവാളയിൽ നിന്നും ഉരുളക്കിഴങ്ങിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങും. അപ്പം ഞാനിതിൽ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആ 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സാക്കിയിട്ട് ഈ ഒരു കോലത്തിലാക്കിയെടുക്കാം. ഇനി പണിയൊന്നുമില്ല കേട്ടോ. ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതിയാവും. ചീനിച്ചട്ടിയിലും പൊരിയാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് നമുക്ക് കുറച്ചായിട്ട് ആ ഒരു മിക്സ് എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്തതിന് ആ ഒരു കോഴിക്കാലിൻ്റെ ആ ഒരു ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. പക്ഷേ ഇത് കോഴിക്കാലിൻ്റെ ഷേപ്പിന് ആക്കണമെന്നൊന്നുമില്ല. നമ്മൾ കൈ വെച്ചിട്ട് ഒരു ഉരുള എടുക്കുക, എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് കഴിയാണ്ട് തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇട്ടപാടും തന്നെ നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം വേറെ വേറെ ആയിപ്പോവും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് പൊരിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മൊത്തം ഒരു 7-8 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ എല്ലാം അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചായൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇവിടെ ഇപ്പം എൻ്റെ മക്കൾക്ക് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീരുന്ന പേരിയുണ്ടാവില്ല, അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അനുസ്വേർഡ്. താങ്ക് യു.